ഈ റമദാനിലെ ആദ്യത്തെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനിയൻ കഷ്ടപ്പെട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇന്നലത്തെ ഇറച്ചിക്കറി ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരേൽ കട്ടൻ ചായ അത്താഴത്തിന് മോക്കതായിട്ടുള്ള സുന്നത്താണ്. ആരും വിളിക്കാണ്ട് തന്നെ ഉപ്പ കറക്റ്റ് ടൈം എണീച്ചിട്ട് ഇറങ്ങി വന്നിക്ക്. ഉമ്മാക്ക് അത്താഴത്തിന് അരിപ്പത്തിൽ ഇല്ലാണ്ട് നടക്കും. ഞാൻ വല്ല ആരെയും വെയിറ്റ് ചെയ്യാണ്ട് പ്ലേറ്റിലേക്ക് എൻ്റെ ഓതി അരിപ്പത്തിൽ മെല്ലെ എടുത്തിട്ട് കറി ഒത്തൊപ്പിച്ച് കൂട്ടിക്കില്ല പണി കിട്ടും. കാരണം ഞാൻ മാത്രമല്ല, ബാക്കി 3 പേരുണ്ട്. അത്തായാണേലും മുത്തായാണേലും അരിപ്പത്തിൽ എനിക്ക് അച്ചാറില്ലാണ്ട് നടക്കൂല. ഏടുന്ന് കൊണ്ടാന്നറിയില്ല, പക്ഷെങ്കിൽ ലൈഫിൽ കൂട്ടി ഏറ്റവും ബെസ്റ്റ് നാരങ്ങ അച്ചാർ ഇതാണ്. രാവിലെ വെറും വയറ്റിൽ ഗുളിക കഴിക്കേണ്ടതുള്ളതുകൊണ്ട് അത്താഴം കഴിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ ആ ഗുളിക കഴിച്ച് പിന്നെ നേരെ നമ്മളെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം ഈ കഷ്ണം പത്തിലെടുത്ത് ഇറച്ചിക്കറിയിൽ ഇങ്ങനെ കൂട്ടിയിട്ട് ബിസ്മില്ല എന്ന് പറഞ്ഞൊരു പിടി പിടിച്ച് ഉറങ്ങിക്കൊണ്ടാണെങ്കിലും മൂപ്പർ ഇട്ട പത്തിൽ കംപ്ലീറ്റ് ആയിട്ട് തിന്നു തീർത്തക്ക്. ഈ ഇരുത്തം പള്ളിയിലേക്ക് പോകാൻ വേണ്ടി എന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇപ്പം എന്നെ പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. വണ്ടിന്റെ ചാവി എൻ്റെ വാച്ച് കൊടുത്തെറിഞ്ഞേക്ക് മാഷാ ഇതാ കിടന്ന് നല്ല ഉറക്കാണ്. എന്താവും എൻ്റെ കഥ. ബൈക്കും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഉപ്പന്റെ പേടിയില്. മഹലിലുള്ള കല്യാണത്തിന്റെ വീട്ടിൽ കൂടുതലെ ലിസ്റ്റാണ് ഈ ബോർഡിൽ കാണുന്നത്. അകത്തേക്ക് കയറിയാലും വിചാരിച്ച കക്ഷനെ തന്നെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. അദ്ദേഹം ഇവിടെ നേരത്തെ എത്തിക്ക്. പുതുക്കി പണിക്ക് ശേഷം പള്ളി കംപ്ലീറ്റ് സെറ്റപ്പ് ആക്കി. AC വെച്ചോണ്ടാണോ നോമ്പായോണ്ടാന്ന് അറിയില്ല, സുബൈക്ക് തന്നെ കുറെ ആൾക്കാരുണ്ട്. മഹലിൽ ഏറ്റവും സ്വാലിയായിട്ടുള്ള 2 ചെറുപ്പക്കാരെ ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത്. ബടാ ദോസ്തിന് നീട്ടിയൊരു സലാം പറയുന്നുണ്ട്. ഞാൻ മെല്ലെ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ശരിയെന്നാ.